പലർക്കും പല ആശ്രയങ്ങൾ. വളരെ ചിലർ അച്ചായന്, ചിലർക്ക് അമ്മാമ്മ, ചിലർക്ക് പാസ്റ്റർ, ചിലർക്ക് ഓരോ ആശ്രയം. എനിക്ക് ആ പെൻഷൻ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നത്, നല്ല കാര്യം. പക്ഷെ ആശ്രയങ്ങളെല്ലാം മാറാം, ഊന്നുവടികളെല്ലാം മാറാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കും. മാറ്റമില്ലാത്തൊരു ദൈവം, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ഈ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ഇന്നലെ നമ്മുടെ കൂടെ അവനുണ്ടായിരുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരോട്. ഇൻ ദാറ്റ് പ്രസന്റ് ഹി ഈസ് വിത്ത് us. In our future he will be with us. നമ്മുടെ ഫ്യൂച്ചറിൽ ഈ ദൈവം നമ്മളോട് കൂടെ. എന്നിട്ട് പറയുകയാണ്, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികത്ത് വേരൂന്നിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ, പലരുടെയും ചിന്തിക്കും ഈ കാറ്റിന് വീഴും, തകർന്നു പോവും. പക്ഷെ ഇല്ല കുഞ്ഞെ, അതിന് നടുവിലൂടൊരു വെള്ളം ഒഴുകുന്നുണ്ട്. നന്ദിയോടെ സ്തുതിക്കുന്നു. കണ്ടല്ലോ, ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റിരിക്കുന്നത് വേരൂന്നിരിക്കുന്ന വൃക്ഷം, ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കത്തില്ലെന്ന്. അത് കോവിഡിന്റെ കാലമായാലും ഏത് കാലമായാലും ഏത് ക്ഷാമകാലമായാലും ഏത് പ്രതിസന്ധിയുടെ കാലമായാലും കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും ലജ്ജിക്കപ്പെടത്തില്ല. അവൻ അറിയാം ഈസ് ലിവിങ് നോട്ട് അക്കോർഡിംഗ് ടു ദ കസ്റ്റം ഓഫ് ദിസ് വേൾഡ്, but according to the custom of, according to the realm of heaven, heavenly government.